മക്കളെ, അജ്ഞാതവാസത്തിൽ പ്രവേശിച്ച പാണ്ഡവർ വിരാടൻ്റെ രാജധാനിയിൽ താമസമാക്കി. യുധിഷ്ഠിരൻ കുങ്കൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണനായും, ഭീമസേനൻ വല്ലവൻ എന്ന പേരിൽ ഒരു പാചകക്കാരനായും, അർജുനൻ ബൃഹന്തള എന്ന നൃത്ത അധ്യാപകനായും, നകുലൻ ഗ്രന്ഥികൻ എന്ന അശ്വപരിപാലകനായും, സഹദേവൻ തന്തിപാലൻ എന്ന പേരുള്ള ഒരു ഗോപാലകനായും, പാഞ്ചാലി സൈരന്ധ്രി എന്ന പേരിൽ രാജ്ഞിയായ സുദേഷ്ണയുടെ ദാസിയായും ഉള്ള ജോലികൾ സ്വീകരിച്ച് കൊട്ടാരത്തിൽ താമസമാക്കി. അവിടെ വച്ച് രാജ്ഞിയുടെ സഹോദരനും രാജ്യത്തിൻ്റെ സേനാപതിയുമായ കീചകൻ ദ്രൗപദിയെ കണ്ട് മോഹിച്ച് സഹോദരിയായ സുദേഷ്ണയുടെ സഹായത്തോടെ അവളെ അപമാനിക്കാൻ ശ്രമിച്ചു. രാജസഭയിൽ അഭയം തേടിയ ദ്രൗപദിക്ക് രാജാവിൻ്റെ ഭാഗത്തു നിന്നും സഹായകരമായ ഒരു നിലപാടും ലഭിച്ചില്ല. പക്ഷേ സഭാവാസികൾ ഒന്നടങ്കം സൈരന്ധ്രിയുടെ പക്ഷം ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ഭീമസേനൻ കീചകനെ വധിക്കാൻ പുറപ്പെട്ടു. എങ്കിലും തങ്ങളെ സംബന്ധിക്കുന്ന രഹസ്യം പുറത്താകാതിരിക്കാൻ ഭീമനെ യുധിഷ്ഠിരൻ പിന്തിരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം സൈരന്ധ്രിയെ സമാധാനിപ്പിച്ച് മടക്കി അയച്ചു. ദ്രൗപദി ദുഃഖിതയായി കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങുന്നിടത്താണ് നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത്. രാജസദസ്സിൽ നിന്നും പുറത്തു വന്ന സൈരന്ധ്രി സുദേഷ്ണയുടെ അടുത്തേക്ക് ചെന്നു. അവർ ചോദിച്ചു, സൈരന്ധ്രി, നിനക്ക് എന്ത് സംഭവിച്ചു? ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? സൈരന്ധ്രി പറഞ്ഞു, സേനാധിപൻ, ഇവിടുത്തെ സഹോദരൻ. അയാൾ എന്നെ കടന്നു പിടിച്ചു. മഹാരാജാവിൻ്റെ മുന്നിലേക്ക് എന്നെ ചവിട്ടി വീഴ്ത്തി. മഹാരാജാവ് വരെ ദൃക്സാക്ഷിയായിട്ടും എന്നെ ആരും സഹായിച്ചില്ല. എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് സുദേഷ്ണ പറഞ്ഞു, അയ്യോ, നീ പരാതിപ്പെട്ടില്ലേ? കാമാന്ധനായ കീചകൻ വീണ്ടും നിന്നെ ഉപദ്രവിച്ചു. നീ പരാതിപ്പെട്ടിരുന്നെങ്കിൽ അവന് വധശിക്ഷ തന്നെ ലഭിക്കുമായിരുന്നു. വേണ്ട, എന്നെ ആരും സഹായിക്കേണ്ട. നീചനായ അവൻ എന്നെ ഉപദ്രവിച്ചപ്പോൾ ആർക്കാണോ മാനഹാനി ഉണ്ടായത് അവർ തന്നെ അവനെ വധിച്ചുകൊള്ളും. ആ രാത്രി ദ്രൗപദിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപമാനഭാരത്താൽ മനസ്സാകെ തകർന്നു പോയിരുന്നു. എങ്ങനെയെങ്കിലും കീചകനെ ഇല്ലാതെയാക്കണം. വീണ്ടും വീണ്ടും ആ ചിന്ത ദ്രൗപദിയുടെ മനസ്സിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. ഇരുളിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നേരെ ഭീമസേനൻ വിശ്രമിക്കുന്ന പാചകശാലയിലേക്ക് ചെന്നു. അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. ദ്രൗപദി ഭീമനെ ഉണർത്താൻ ശ്രമിച്ചു. ഭീമസേന, അങ്ങെല്ലാം കണ്ടിട്ടും സുഖമായി ഉറങ്ങുകയാണോ? ഭീമൻ ഉണർന്നു. എഴുന്നേറ്റിരുന്നിട്ട് ചോദിച്ചു, പ്രിയേ, എന്താ ഈ രാത്രിയിൽ? എന്തുണ്ടായി? ദ്രൗപദി പറഞ്ഞു, എല്ലാ സംഭവങ്ങളും നേരിട്ട് കണ്ടിട്ടും കാര്യങ്ങളെല്ലാം മറന്നുപോയോ? കൗരവസഭയിൽ ആ പ്രാതികാമി എന്ന ഭൃത്യൻ വന്ന് ഞാനൊരു ദാസിയാണെന്ന് പറഞ്ഞപ്പോൾ, ദുഷ്ടനായ ദുശാസനൻ എന്നെ ദാസിയെന്ന് വിളിച്ച് മുടികുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്നപ്പോൾ, എൻ്റെ വസ്ത്രം പിടിച്ചഴിച്ചപ്പോൾ, ഇന്ന് നടന്ന സംഭവം വരെയും പാഞ്ചാലി ദുഃഖമല്ലാതെ മറ്റൊന്നും അനുഭവിച്ചിട്ടില്ല. ഇന്നത്തെ സംഭവം കൂടി ആയപ്പോൾ എവിടെയും അപമാനിക്കപ്പെടുക എന്നത് എൻ്റെ വിധിയാണെന്ന് തീർച്ചയായി. ഗന്ധർവന്മാരെ പോലെ ശക്തന്മാരായ 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും എൻ്റെ വിധിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത്രയുമേറെ ദുഃഖങ്ങൾ അനുഭവിച്ച വേറെ ഏത് രാജകുമാരിയുണ്ട്? എൻ്റെ ദുഃഖങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. വിരാട രാജാവിൻ്റെ ശ്യാലനായ കീചകൻ്റെ ശല്യം ദിവസവും കൂടിക്കൂടി വരുന്നു. ഇന്നിതാ രാജാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അയാൾ എന്നെ കടന്നു പിടിച്ചു. ഇതിലേറെ ഒരു അപമാനം ആരനുഭവിച്ചിട്ടുണ്ട്? ധർമ്മത്തിൻ്റെ കുലപതിയാണ് യുധിഷ്ഠിര മഹാരാജാവ്. ഇന്ന് ജീവിക്കാൻ വേണ്ടി മറ്റൊരു രാജാവിൻ്റെ സേവകവൃത്തി ചെയ്യുന്നു. ശക്തനായ ഭീമസേനൻ കുശിനിക്കാരൻ്റെ പണിയെടുക്കുന്നു. സവ്യസാചിയായ പാർത്ഥൻ ആണും പെണ്ണുമല്ലാതെ ശിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്നു. പാവങ്ങളായ നകുലനും സഹദേവനും 4 കാലികൾക്ക് കൂട്ടുകിടക്കുന്നു. എൻ്റെ ഭർത്താക്കന്മാരെ ഓർത്ത് ദുഃഖിക്കാനല്ലാതെ എന്താണ് എനിക്ക് സന്തോഷിക്കാനുള്ളത്? പാഞ്ചാല രാജാവിൻ്റെ പ്രിയപുത്രി, പാണ്ഡവ രാജാക്കന്മാരുടെ ചക്രവർത്തിനി,
എന്നിട്ടും എനിക്ക് ദുഃഖം ഒഴിഞ്ഞിട്ട് നേരമില്ല. പാഞ്ചാലർക്കും പാണ്ഡവർക്കും ഞാൻ കാരണം അപകീർത്തിയുണ്ടാകുന്നത് അങ്ങ് കാണുന്നില്ലേ? ഓർക്കുന്നുണ്ടോ, പണ്ട് കുന്തിമാതാവിന് വേണ്ടിയല്ലാതെ എനിക്ക് വേണ്ടി പോലും ചന്ദനം അരച്ച് ഞാൻ കുറിക്കൂട്ടുണ്ടാക്കിയിട്ടില്ല. അങ്ങ് ഈ കൈകൾ നോക്കൂ. വിരാടൻ്റെ കൊട്ടാരത്തിലുള്ളവർക്ക് വേണ്ടി ചന്ദനം അരച്ചരച്ച് ഈ കൈകളിൽ തഴമ്പ് വന്നു. അവ കറുത്തിരിക്കുന്നു. ഭീമൻ ആ കൈകൾ പിടിച്ച് തൻ്റെ കവിളിലേക്ക് ചേർത്തു. ആ കവിളിലൂടെ കണ്ണുനീരൊഴുകുന്നത് ദ്രൗപദി തിരിച്ചറിഞ്ഞു. ദുഃഖത്തോടെ ഭീമൻ പറഞ്ഞു, കൃഷ്ണയെ, ധർമ്മത്തിന് പുകൾപെറ്റ യുധിഷ്ഠിരനെ കൊണ്ടും 10,000 ആനകളുടെ ബലമുള്ള ഭീമസേനനെ കൊണ്ടും സവ്യസാചിയായ പാർത്ഥനെ കൊണ്ടും അഗ്നിജ്വാലകൾ പോലെ വാൾ വീശുന്ന നകുല സഹദേവന്മാരെ കൊണ്ടും നിനക്ക് എന്തു പ്രയോജനം? എന്നും ദുഃഖം മാത്രം തരാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അർജുനൻ്റെ ഗാന്ധീവവും എൻ്റെ ഗതയും ഇവിടെ പ്രയോജനമില്ലാത്ത വെറും ഉപകരണങ്ങൾ മാത്രം. ഭദ്രേ, നീ ധൈര്യം കൈവിടരുത്. സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. ബുദ്ധിപൂർവം കോപത്തെ നിയന്ത്രിക്കുക. ചിതൽപുറ്റിൽ മൂടിപ്പോയ ചവന മഹർഷിക്ക് വേണ്ടി രാജകുമാരിയായിരുന്ന സുകന്യ നിലകൊണ്ടതുപോലെ, ശ്രീരാമചന്ദ്രനോടൊപ്പം നിന്ന സീതാദേവിയെപ്പോലെ, അഗസ്ത്യനു വേണ്ടി ലോപാമുദ്ര സഹിച്ചതുപോലെ നീ നിശ്ചയദാർഢ്യം കൈവിടരുത്. കീചകനെ ഞാൻ കൊട്ടാരത്തിൽ വെച്ച് തന്നെ ചവിട്ടിക്കൊല്ലുമായിരുന്നു. പക്ഷേ യുധിഷ്ഠിര മഹാരാജാവ് ചില സൂചനകളിലൂടെ എന്നെ തടഞ്ഞു. ഇനി നമ്മുടെ ദുഃഖങ്ങൾ വളരെ കാലം ഉണ്ടാകുകയില്ല. അജ്ഞാതവാസം അവസാനിക്കുവാൻ ഇനി 1.5 മാസം കൂടി മാത്രം. 13 വർഷങ്ങൾ നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് അറുതി വരികയാണ്. പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിലെ ചക്രവർത്തിനിയാകേണ്ടവളാണ് നീ. ദുഃഖം കൈവിടാതെ തന്നെ ദ്രൗപദി പറഞ്ഞു, നാഥ, ഈ ദുരനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നിങ്ങളെ ആരെയും പഴിച്ചതല്ല. ഒരിക്കൽ എന്നെ കാണാനിടയായ കീചകൻ നിരന്തരം എന്നെ ശല്യം ചെയ്യുവാൻ തുടങ്ങി. എനിക്ക് ഗന്ധർവന്മാരായ 5 ഭർത്താക്കന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മരണത്തിൻ്റെ വായിലേക്കാണ് അയാളുടെ യാത്രയെന്നും ഞാൻ ഓർമ്മിപ്പിച്ചു. 1,00,000 ഗന്ധർവന്മാർ വന്നാലും തന്നെ ഒന്നും ചെയ്യില്ലെന്നും അവരെയെല്ലാം വധിക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്നുമാണ് അയാൾ പറഞ്ഞത്. പിന്നീടൊരിക്കൽ സുദേഷ്ണയെ പ്രലോഭിപ്പിച്ച് എന്നെ കാണുവാൻ അയാൾ അവസരമുണ്ടാക്കി. എന്നെ രാജ്ഞി കീചകൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഞാനവിടെ എത്തിയപ്പോൾ മുതൽ അയാൾ എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വെറുമൊരു സൂതപുത്രനായ അയാളെ രാജാവും രാജ്ഞിയും ഭയപ്പെടുന്നു. എന്നെ അയാൾ രാജാവിൻ്റെ മുന്നിലേക്കാണ് ചവിട്ടി വീഴ്ത്തിയത്. എന്നിട്ടും സദസ്യരാരും എതിർത്തില്ല. ജനങ്ങൾക്കും കീചകനെ ഭയമാണ്. അത്രമേൽ ക്രൂരനാണ് അയാൾ. അജ്ഞാതവാസം കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നഷ്ടമാകുമെന്ന് തീർച്ചയാണ്. ജടാസുരൻ എന്നെ ആക്രമിച്ചപ്പോൾ, ജയദ്രഥൻ എന്നെ കടത്തിക്കൊണ്ടുപോയപ്പോഴൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന ശൗര്യമൊക്കെ എവിടെ പോയി? ശത്രുസംഹാരം ക്ഷത്രിയധർമ്മമാണ്. അതൊക്കെ നിങ്ങൾ മറന്നെന്ന് തോന്നുന്നു. കീചകന് കീഴ്പ്പെടേണ്ട സാഹചര്യമുണ്ടായാൽ ഞാൻ വിഷം കഴിച്ച് മരിക്കുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദ്രൗപദി ഭീമൻ്റെ മാറോട് ചേർന്ന് നിന്നു. ഭീമൻ ദ്രൗപദിയെ തലോടിക്കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു, കൃഷ്ണയെ, വിഷമിക്കാതിരിക്കൂ. നിന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കിത്തരാം. നീ കീചകനുമായി സംസാരിക്കണം. അടുത്ത സന്ധ്യാസമയത്ത് കൊട്ടാരത്തിലെ പുതിയതായി പണികഴിപ്പിച്ച നൃത്തശാലയിൽ അയാൾ വരുവാൻ നീ ആവശ്യപ്പെടണം. അവിടെ നൃത്തം പഠിക്കുവാൻ വരുന്ന കുട്ടികൾ അപ്പോഴേക്കും പോയിട്ടുണ്ടാകും. അയാളോട് അവിടെ വരാൻ പറയൂ. പിന്നീടുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ദ്രൗപദി സമ്മതിച്ചു. ആ രാത്രിയിൽ ഇരുവരും ക്രൂരമായ ആ തീരുമാനം ഉള്ളിലൊതുക്കി കഴിച്ചുകൂട്ടി. അടുത്ത പ്രഭാതത്തിൽ കീചകൻ ദ്രൗപദിയെ കണ്ടപ്പോൾ പറഞ്ഞു, സൈരന്ധ്രി, വിരാടൻ്റെ മുന്നിലേക്കാണ് ഞാൻ നിന്നെ ചവിട്ടി വീഴ്ത്തിയത്. വിരാടൻ ഒരക്ഷരം ഉരിയാടിയില്ല. എൻ്റെ സ്വാധീനം നിനക്ക് മനസ്സിലായിട്ടുണ്ടാകും. വിരാടൻ വെറുതെ രാജാവായി ഇരിക്കുന്നേ ഉള്ളൂ. ഞാനാണിവിടെ സേനാപതിയും രാജാവുമെല്ലാം. ആരും എനിക്കെതിരെ ഒരക്ഷരം മിണ്ടില്ല. അതുകൊണ്ട് നീ എനിക്ക് വഴങ്ങുന്നതാണ് ബുദ്ധി. ഞാൻ പിന്നീട് നിൻ്റെ അടിമയായിരിക്കും. ദ്രൗപദി തന്ത്രത്തിൽ പറഞ്ഞു, കിചക, എങ്കിൽ എനിക്കൊരു വാക്കു തരൂ. നാം തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരും അറിയരുത്. കീചകൻ പറഞ്ഞു, സമ്മതം, ഞാൻ വാക്കു തരുന്നു. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ആ നൃത്തശാല ഒഴിഞ്ഞുകിടക്കുകയല്ലേ, ഇരുട്ടാകുമ്പോൾ നിങ്ങൾ അവിടേക്ക് വരൂ. കീചകന് സന്തോഷമായി. മുന്നിൽ പതിയിരിക്കുന്ന അപകടം അറിയാതെ അയാൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ദ്രൗപദി പാചകപ്പുരയിലെത്തി വിവരങ്ങൾ ഭീമസേനനെ ധരിപ്പിച്ചു. ഭീമൻ പറഞ്ഞു, വൃത്രാസുരനെ വധിച്ചതുപോലെ ഇവനെയും ഞാൻ വകവരുത്തുന്നതാണ്. കൃഷ്ണയെ, ധർമ്മത്തെയും സത്യസന്ധതയെയും എൻ്റെ സഹോദരന്മാരെയും മുൻനിർത്തി നിനക്ക് ഞാൻ വാക്കു തരുന്നു.
അവനെ സഹായിക്കാൻ ആരെങ്കിലും എത്തിയാൽ അവരുടെയും അവസാനമായിരിക്കും. ദ്രൗപദി പറഞ്ഞു, നാഥ, അങ്ങ് സത്യലംഘനം ചെയ്യുകയില്ലെന്ന് എനിക്കറിയാം. ആളറിയാതെ വേണം അയാളെ വകവരുത്താൻ. സന്തോഷത്തോടെ ദ്രൗപദി മടങ്ങിപ്പോയി. സൂര്യൻ അസ്തമിച്ചു. രാത്രിയാകാൻ കീചകൻ കാത്തിരുന്നു. ഈ സമയത്ത് ഭീമസേനൻ രഹസ്യമായി നൃത്തശാലയിൽ പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന കട്ടിലിൽ കയറി ദ്രൗപദി എന്ന് തോന്നുന്ന വിധം കിടന്നു. കീചകൻ ആവേശത്തോടെ നൃത്തശാലയിലേക്ക് എത്തിച്ചേർന്നു. വെളിച്ചക്കുറവ് മൂലം ചുറ്റുപാടുകളൊന്നും വ്യക്തമായി കാണുവാൻ കഴിയുമായിരുന്നില്ല. തപ്പിത്തടഞ്ഞ് അയാൾ നൃത്തശാലയിലെ കട്ടിൽ കണ്ടെത്തി. അതിൽ ഇരുന്നപ്പോൾ അവിടെ ആരോ കിടക്കുന്നതായി മനസ്സിലായി. അയാൾ പറഞ്ഞു, സുന്ദരി, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിൻ്റെ കാൽക്കൽ അടിയറവ് വയ്ക്കുന്നു. എൻ്റെ സൗന്ദര്യത്തെ അപ്സരസുകൾ പോലും അഭിനന്ദിക്കുന്നുണ്ട്. ഭീമൻ ശബ്ദം താഴ്ത്തി സ്ത്രീ ശബ്ദത്തിൽ പറഞ്ഞു, സന്തോഷമുള്ള കാര്യം. നിങ്ങൾ സുന്ദരൻ തന്നെ. താങ്കൾക്ക് ഇങ്ങനെ ഒരു സ്പർശന സുഖം എവിടെയും കിട്ടിക്കാണില്ല. ഇന്ന് നിങ്ങളത് അനുഭവിക്കും. പെട്ടെന്ന് ഭീമൻ ചാടി എഴുന്നേറ്റ് പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. കീചകൻ സ്തംഭിച്ചു നിന്നു. ഭീമൻ പറഞ്ഞു, മഹാഭാവി, കറുത്ത പാറ പോലുള്ള നിന്റെ ശരീരം ഞാൻ ഇന്ന് ഞെരിച്ചമർത്തും. മദയാനെ സിംഹം വലിച്ചിഴയ്ക്കുന്നത് പോലെ നിന്റെ ശരീരം ഞാൻ വലിച്ചിഴയ്ക്കും. നിന്റെ സഹോദരി അത് കാണണം. പിന്നെ സൈരന്ധ്രിക്ക് സ്വതന്ത്രമായി ഇവിടെ ജീവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭീമൻ കീചകനെ കടന്നു പിടിച്ചു. കീചകൻ ബലം പ്രയോഗിച്ച് കുതറിമാറി. വീണ്ടും ഭീമസേനൻ അയാളെ പിടികൂടി. പിന്നീട് അവർ തമ്മിൽ ശക്തമായ പോര് തുടങ്ങി. കൈകൾ കൊണ്ട് തമ്മിലടിച്ചും മുളയൊടിയുന്നത് പോലുള്ള ശബ്ദം ഇടയ്ക്കിടെ കേട്ടുകൊണ്ടും അവിടെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ഭീമൻ്റെ അടിയേറ്റ് കീചകൻ വട്ടം കറങ്ങി. എങ്കിലും അയാൾ കാലുകൊണ്ട് ഭീമനെ തൊഴിച്ചു. ആ ചവിട്ടിൻ്റെ ശക്തിയിൽ ഭീമൻ വീണുപോയി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കീചകൻ്റെ മുടിയിൽ പിടികൂടി. അയാളെ തൻ്റെ കൈകൾക്ക് ഇടയിൽ വച്ച് ഞെരിക്കുവാൻ തുടങ്ങി. കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു വൻമരം പോലെ കീചകൻ ഭീമൻ്റെ കൈകൾക്കിടയിൽ ആടി ഉലഞ്ഞു. അലറിക്കരഞ്ഞുകൊണ്ട് കീചകൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഭീമൻ പലതവണ കീചകനെ തറയിലിട്ട് ഉരുട്ടി. ഒടുവിൽ അയാളുടെ കഴുത്തിൽ 2 കൈകൾ കൊണ്ടും ഞെരിക്കുവാൻ തുടങ്ങി. കീചകൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു തകർന്നു. കണ്ണുകൾ തുറച്ചു. നിലത്ത് വീണ് കിടന്ന കീചകൻ്റെ മേൽ മുട്ടുകൾ ഊന്നിയിരുന്ന് അയാളുടെ തല വട്ടത്തിൽ കറക്കി പിടലിഞ്ഞിരിച്ചു. അങ്ങനെ ഭീമൻ കീചകനെ മൃഗീയമായി വധിച്ചു. കീചകൻ്റെ അസ്ഥികൾ തകർത്ത് അയാളുടെ ശരീരം ചുരുട്ടിക്കൂട്ടി ഒരു ഗോളം പോലെയാക്കി. ഗോളാകാരമായ ശരീരം ഭീമൻ ദ്രൗപദിയെ വിളിച്ച് കാണിച്ചു. ദ്രൗപദിക്ക് വലിയ സന്തോഷമായി. ഭീമൻ പറഞ്ഞു, ഇനി നിന്റെ നേർക്ക് ദുഷ്ടചിന്തയോടെ നോക്കുന്ന ആർക്കും ഇതായിരിക്കും ഫലം. ദ്രൗപദിക്ക് വളരെ ആശ്വാസം തോന്നി. ഭീമൻ പാചകശാലയിലേക്ക് മടങ്ങി. കീചകൻ്റെ മരണത്തോടെ ദ്രൗപദിക്ക് കുറേ സ്വാതന്ത്ര്യം ഉണ്ടായി. അവൾ മറ്റുള്ളവരോട് പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാരിൽ ഏതോ ഒരു ഗന്ധർവനാണ് കീചകനെ വധിച്ചത്. നൃത്തശാലയിലേക്ക് സൈന്യങ്ങളും കീചകൻ്റെ ബന്ധുക്കളും മറ്റു ചിലരും ഓടിക്കൂടി. അതിനിടയിൽ ആരോ കൊണ്ടുവന്ന ഒരു പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ചോരയിൽ കുളിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന കീചകൻ്റെ ശരീരം അവർ കണ്ടു. കീചകൻ്റെ ജഡം കണ്ട് അയാളുടെ ബന്ധുക്കൾ ഉറക്കെ കരയുവാൻ തുടങ്ങി. ഭീമൻ്റെ ചുരുട്ടിക്കൂട്ടലിൽ കീചകൻ്റെ കൈകാലുകൾ ശരീരത്തിനുള്ളിലേക്ക് ആഴ്ന്നുപോയിരുന്നു. കരയിൽ പിടിച്ചിട്ട വലിയൊരു ആമയെപ്പോലെ ആ ശരീരം കാണികൾക്ക് തോന്നി. അപ്പോൾ അവിടെ ഒരു തൂണിൽ ചാരി നിൽക്കുകയായിരുന്ന സൈരന്ധ്രിയെ കീചകൻ്റെ ബന്ധുക്കൾ കണ്ടു. കീചകൻ്റെ സഹോദരന്മാർക്ക് വലിയ കോപമുണ്ടായി. ഇവളെ ഇപ്പോൾ തന്നെ കൊന്നുകളയണമെന്ന് ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ പറഞ്ഞു, നമ്മളായിട്ട് ഒരു സ്ത്രീയെ കൊല്ലരുത്. അവളെ കീചകനെ ദഹിപ്പിക്കുന്ന ചിതയിലിട്ട് അയാൾക്കൊപ്പം തീ കൊളുത്തണം. ആ അഭിപ്രായം എല്ലാവരും സമ്മതിച്ചു. സൈരന്ധ്രിയെ ചുട്ടുകൊല്ലുക തന്നെ. അതിനുള്ള അനുവാദത്തിനായി ഒരു കൂട്ടം ആൾക്കാർ വിരാട രാജാവിൻ്റെ അടുത്തെത്തി. കീചകൻ്റെ സഹോദരന്മാരായ ഉപകീചകന്മാർ ശക്തന്മാരാണ്. അതിനാൽ വിരാട രാജാവിന് അവരെ ഒന്നും ചെയ്യുവാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, കീചകൻ്റെ മരണത്തിന് കാരണം ആ സൈരന്ധ്രിയാണ്. അവളെയും വധിക്കണം. അതിനായി കീചകനോടൊപ്പം അവളെയും ചിതയിൽ വെച്ച് കത്തിക്കണം. രാജാവിന് അവരുടെ ആവശ്യം സമ്മതിക്കാതെ തരമില്ലായിരുന്നു. അതിനാൽ സൈരന്ധ്രിയെ കൂടെ ദഹിപ്പിക്കുവാൻ രാജാവ് അനുവാദം നൽകി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.